കേരള ഹോക്കി അസോസിയേഷൻ പിരിച്ചുവിടണമെന്ന് സർക്കാർ ഉത്തരവ്. വി സുനിൽകുമാർ അധ്യക്ഷനായ സംഘടന തുടരേണ്ടെന്നും 3 മാസത്തിനകം പുതിയ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും ഉത്തരവിലുണ്ട്. അതേസമയം സർക്കാർ നടപടി ചട്ടവിരുദ്ധമെന്ന് സുനിൽകുമാറും പ്രതികരിച്ചു. വി സുനിൽകുമാർ അധ്യക്ഷനായ ഹോക്കി അസോസിയേഷൻ പിരിച്ചുവിടണമെന്നാണ് കായിക വകുപ്പ് ഇറക്കിയ ഉത്തരവിൽ പറയുന്നത്. പിരിച്ചുവിട്ട ശേഷം വിദഗ്ധരെ ഉൾപ്പെടുത്തി അഡ്ഹോക് കമ്മിറ്റി രൂപീകരിക്കാനും ഉത്തരവിൽ പറയുന്നു. 3 മാസത്തിനുള്ളിൽ പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കാനും ഉത്തരവിൽ പറയുന്നു. ഹോക്കി താരങ്ങളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രത്യേക അടിയന്തര അന്വേഷണ സംഘത്തെ നിയോഗിക്കണം എന്നും ഇവർ കണ്ടെത്തിയ പിഴവുകളുടെ അടിസ്ഥാനത്തിലാണ് അസോസിയേഷൻ പിരിച്ചുവിടണമെന്നും ഉത്തരവിൽ സൂചിപ്പിക്കുന്നു. കൂടാതെ ഉത്തരവിൽ വൈകാതെ നടപടി സ്വീകരിക്കാൻ സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറിക്ക് കായിക വകുപ്പ് നിർദ്ദേശം നൽകി. പുതിയ നീക്കത്തിലൂടെ കായിക മന്ത്രിയും കായിക സംഘടനകളും തമ്മിലുള്ള വാക്പോര് മുറുകയാണ്. കഴിഞ്ഞ ദേശീയ ഗെയിംസിൽ കേരള ടീമിന് പരിശീലനം നൽകുന്നതുമായി ബന്ധപ്പെട്ട് തുടങ്ങിയതാണ് കേരള സ്പോർട്സ് കൗൺസിലും കേരള ഹോക്കി അസോസിയേഷനും തമ്മിലുള്ള വാക്പോര്. ടീമിനെ ഒരുക്കുന്നതിലും മെഡൽ നൽകുന്നതിനും ഹോക്കി അസോസിയേഷൻ പരാജയമെന്ന് കായിക മന്ത്രി അബ്ദുൾ റഹ്മാൻ പരസ്യമായി പ്രതികരിച്ചിരുന്നു. പലതവണ ഇതിന്റെ പേരിൽ ഹോക്കി അസോസിയേഷൻ അധ്യക്ഷൻ വി സുനിൽകുമാറും മന്ത്രിയും തമ്മിൽ പരസ്യവാക്പോർ തുടർന്നിരുന്നു. പിന്നാലെയാണ് സുനിൽകുമാറിന്റെ അധ്യക്ഷതയിലുള്ള കേരള ഹോക്കി അസോസിയേഷൻ പിരിച്ചുവിടാനുള്ള സർക്കാർ ഉത്തരവ് ഇറങ്ങിയത്. അതേസമയം സർക്കാർ നടപടി ചട്ടവിരുദ്ധമെന്ന് സുനിൽകുമാറും പ്രതികരിച്ചു. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയത്തിൽ സർക്കാരിന് ഏകപക്ഷീയമായി തീരുമാനമെടുക്കാൻ കഴിയില്ലെന്നാണ് സുനിൽകുമാർ അവകാശപ്പെടുന്നത്. ജനം, തിരുവനന്തപുരം.